ഹലോ ഹായ് ടെക്വേഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മച്ചന്മാരെ, ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ജനറേറ്റർ ചില സമയങ്ങളിൽ സ്റ്റാർട്ടാകത്തില്ല. ഇതൊരു റെയർ കംപ്ലൈൻ്റ് ആണ്. അങ്ങനെ ഒരുപാട് കണ്ടുവരുന്ന കംപ്ലൈൻ്റ് അല്ല, ഒരു റെയർ കംപ്ലൈൻ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മുടെ ഡിസ്പ്ലേൻ്റെ പറ്റിയുള്ളൊരു കംപ്ലൈൻ്റ് ആണ്. ഇത് നമ്മൾ കിർലോസ്കറിൻ്റെ എഞ്ചിനാണ്. KG645 എന്ന കൺട്രോളറാണ് നമ്മളിന്ന് എടുത്തേക്കുന്നത്. അപ്പം ഇതിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ട് ചിലപ്പം എൻജിൻ സ്റ്റാർട്ടാകാതെ വരും. അപ്പോൾ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നേരിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇതാ മച്ചന്മാരെ, ഞാനിപ്പോൾ എൻജിനിവിടെ സ്റ്റാർട്ടിംഗ് പൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എൻജിൻ ലോങ് ക്രാങ്ക് പോകും. അപ്പോൾ എൻജിൻ സ്റ്റാർട്ടാകത്തില്ല. നമ്മൾ എത്ര വട്ടം ട്രൈ ചെയ്താലും എൻജിൻ ഇതേപോലെ ലോങ് ക്രാങ്ക് പോകും. ഇത് എൻജിൻ സ്റ്റാർട്ടാകത്തില്ല. നമ്മുടെ ആക്ച്വേറ്ററുള്ള ഒരു എൻജിനാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. അപ്പം ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഡിസ്പ്ലേ ഉണ്ടല്ലോ, ഡിസ്പ്ലേ അതായത് കൺട്രോളർ നമ്മൾ സ്റ്റാർട്ടിംഗ് പൾസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിതിനകത്ത് സെറ്റ് വെച്ചിരിക്കുന്ന 5 സെക്കൻഡ് ക്രാങ്കാണ്. അപ്പോൾ ഈ 5 സെക്കൻഡ് ക്രാങ്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. 5 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് മോട്ടർ റിലീസാവും. നമ്മുടെ എഞ്ചിൻ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് മോട്ടർ റിലീസാവും. അപ്പോൾ 5 സെക്കൻഡാണ് നമ്മൾ ക്രാങ്ക് കൊടുക്കുള്ളൂ. നമുക്കൊരു 3 സെക്കൻഡ് കൊണ്ട് 4 സെക്കൻഡ് ഉണ്ടെങ്കിൽ ഈ എഞ്ചിൻ സ്റ്റാർട്ടാകും. അതിൽ കൂടുതൽ പോയിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ്റെ സ്റ്റാർട്ടർ കയറി പിടിച്ച് എഞ്ചിൻ്റെ ഒപ്പം കറങ്ങും. സ്റ്റാർട്ടറിൻ്റെ ബെൻഡെക്സും കാര്യങ്ങൾ കംപ്ലൈൻറ്റ് ആ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് 5 സെക്കൻഡ് ഇട്ടേക്കുന്നത്. അപ്പം ഈ 5 സെക്കൻഡ് മാത്രമേ ക്രാങ്ക് പോകത്തുള്ളൂ. അപ്പോൾ മിനിമം ഒരു എഞ്ചിൻ 5 സെക്കൻഡ് കൊണ്ട് ക്രാങ്ക് ആകണം. അപ്പം ഇവിടെ എന്നാ കംപ്ലൈൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ കൺട്രോളർ ഇതിനെ ക്രാങ്ക് കൊടുക്കുന്നത്, നമ്മുടെ ഈ റിലേ ഉണ്ട്, ഈ റിലേ ഈ 3 എന്ന് പറഞ്ഞ ഇതുണ്ട്, ഇതിന് കാണിച്ചു തരാം അടുത്തുകൊണ്ടിട്ട്. ഇതുണ്ടോ, ഈ 3 എന്ന് പറഞ്ഞ വയറിലോട്ടാണ് ഇതിൻ്റെ സപ്ലൈ. അതായത് ഇവിടെ വന്ന് ഈ സപ്ലൈ കയറിയിട്ട് ഇതുവഴിയാണ് നമ്മുടെ സ്റ്റാർട്ടറിലോട്ട് പോകുന്നത്. അപ്പം ഇവിടെ എന്നാ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ കൺട്രോളർ, അതായത് എഞ്ചിൻ്റെ കൺട്രോളറിന് സ്റ്റാർട്ടിംഗ് പൾസ് കൊടുക്കും. ചിലപ്പോൾ 5 സെക്കൻഡ് ഓർ 7 സെക്കൻഡൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് അത്ര നേരം എൻജിൻ ഇത് എന്താ പറയുക, ക്രാങ്കിൻ്റെ സപ്ലൈ കൊടുക്കത്തില്ല. അതായത് നമ്മുടെ ആ വോൾട്ടേജ് ക്രാങ്കിൻ്റെ സപ്ലൈ കൊടുക്കത്തില്ല. അപ്പം ഇടയ്ക്ക് ഒരു 3 സെക്കൻഡ് ആകുമ്പോൾ ഇത് കട്ടായിപ്പോവും. അപ്പം എന്താണ്, എൻജിൻ ക്രാങ്ക് പോവും, സ്റ്റാർട്ടാവില്ല. അപ്പം അതാണ് സംഭവം. അപ്പോൾ നമ്മുടെ കൺട്രോളർ കറക്റ്റ് പൾസ്, സ്റ്റാർട്ടിംഗ് പൾസ് നമ്മുടെ സ്റ്റാർട്ടിംഗ് മോട്ടറിലിട്ട് നമ്മുടെ റിലേക്ക് കൊടുക്കുന്നില്ല. അപ്പം അതുകൊണ്ടാണ് എൻജിൻ സ്റ്റാർട്ടാകാതെ ഇങ്ങനെ കളിക്കും. നമ്മൾ എത്ര വട്ടം ട്രൈ ചെയ്താലും ചിലപ്പോൾ ഒരു വട്ടം സ്റ്റാർട്ടാകും, പിന്നെ നമ്മൾ അർജൻറ്റിനൊക്കെ വരുമ്പോൾ സ്റ്റാർട്ടാകില്ല. അപ്പം മെയിനായിട്ട് കൺട്രോളറിൻ്റെ ഒന്ന് ചെക്ക് ചെയ്യും. കൺട്രോളറിൻ്റെ ഔട്ട്പുട്ട് നമ്മുടെ സ്റ്റാർട്ടിംഗ് പൾസ് നമ്മൾ മൾട്ടിമീറ്റർ വെച്ചിട്ട് ഇത്ര സെക്കൻഡ് നമ്മൾ സ്റ്റാർട്ടാകുന്നവരെ 5 സെക്കൻഡാണ്, 5 സെക്കൻഡ് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് എവിടെ നോക്കാം? നമ്മുടെ റിലേൻ്റെ മേലെ സ്റ്റാർട്ടിംഗ് പൾസ് വരുന്നിടത്ത് നോക്കാൻ പറ്റുന്നതാണ്. എത്ര സെക്കൻഡ് DC സപ്ലൈ വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. അപ്പം ഈ എഞ്ചിൻ സ്റ്റാർട്ടാകാത്തതിൻ്റെ കംപ്ലൈൻറ്റ് ഈ കൺട്രോളർ കറക്റ്റ് പൾസ് കൊടുക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ എപ്പോഴും കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല, റെയർ കേസുകളിലൊക്കെ അങ്ങനെ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഞ്ചിൻ ഒരുപാട് ക്രാങ്ക് പോയിട്ട് സ്റ്റാർട്ടാകുന്നില്ലെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ കൺട്രോളറിന് അഥവാ സപ്ലൈ കറക്റ്റ് സ്റ്റാർട്ടിംഗ് പൾസ് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ മച്ചന്മാരെ, വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.